ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള പിക്കിളാണ്, നാരങ്ങ പിക്കിള്. അതിൽ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര കാലം ഇരുന്നാലും ചീത്തയാവുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണുക. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് ഒരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിവിടെ നാരങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെ പല രീതിയിലും ചെയ്യാം. വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. ഞാനിവിടെ ആവി കയറ്റിയാണ് എടുക്കാൻ പോകുന്നത്. ചിലർ എണ്ണയിലിട്ട് വഴറ്റി എടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഈ മെത്തേഡിലാകുമ്പോൾ നമുക്കധികം ഓയിലിൻ്റെ ആവശ്യമില്ല. ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഇതുപോലെ ദോരമുള്ള ഒരു പാത്രം വെച്ചു. നമുക്കിതിൽ നാരങ്ങ വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ നാരങ്ങ ഒരു 5 മിനിറ്റ് ഞാൻ ആവി കയറ്റി. അതിനുശേഷം അത് തണുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളായി മുറിച്ചെടുത്തു. ഇതുപോലെ ചെറിയ പീസുകളായി 4ആയിട്ടും വലിയ നാരങ്ങ കുറച്ചുകൂടെ ചെറുതായിട്ട് മുറിച്ചെടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം നമ്മൾ നാരങ്ങ വയ്ക്കാനായിട്ട് നമ്മൾ ഗ്ലാസ് ബോട്ടിലോ ഭരണിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കുകളൊന്നും എടുക്കാതിരിക്കുക. ഉപ്പിട്ട് വയ്ക്കാനായി പ്ലാസ്റ്റിക് സ്റ്റീലും എടുക്കാൻ പാടില്ല. ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയോ എടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ എടുത്ത് നമ്മളിതുപോലെ എല്ലാം ഒരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം ഇതിനെ നല്ലപോലെ വെയിലിൽ വയ്ക്കണം. ഇപ്പോൾ നല്ല വെയിൽ കിട്ടുന്നെങ്കിൽ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. നല്ല വെയിലില്ലെങ്കിൽ ഇതുപോലെ ഒരു വല വെച്ച് നമുക്ക് മൂടിക്കൊടുക്കാം. കാരണം നമ്മൾ നല്ല വെയിലില്ലെങ്കിൽ ഫ്ലൈസ് വരും. ഫ്ലൈസ്, ഈച്ച അങ്ങനെയുള്ളതൊക്കെ ഇതിൽ വന്നിരിക്കും. നല്ല വെയിലുണ്ടെങ്കിൽ ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് ഇത് വെയിലിൽ വെച്ച് എടുക്കാം. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ ഞാൻ ഒരു വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഈ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകിടാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കരിവേപ്പില. ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമുക്കൊന്ന് ഈ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റാം. നമുക്ക് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഒന്ന് മൂത്തു. അപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നമുക്ക് ഒരു 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കായപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ശർക്കരയാണ്. ഇത് ഓപ്ഷണലാണ്. ശർക്കര
ഞാൻ എൻ്റെ പിക്കിളിലൊക്കെ കുറച്ചിങ്ങനെ ഒരു ചെറിയൊരു മധുരം ചേർക്കാറുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ഈ ശർക്കര പതുക്കെ ഒന്ന് അലിയിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ പിക്കിളിൽ വിനീഗർ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ വിനീഗർ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നാരങ്ങ വെയിലിൽ വെച്ച് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ വെയിലിൽ വെച്ച് നമ്മൾ എത്ര ദിവസം ഉണക്കിയെടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ നാരങ്ങ ചീത്തയാവാതിരിക്കും. ഇപ്പോൾ എനിക്ക് 2 ദിവസമേ ഉണക്കാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് നാളെ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇത് കറിയാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു 5-6 ദിവസമെങ്കിലും നന്നായിട്ട് വെയിൽ കൊള്ളിച്ചെടുക്കുമെങ്കിൽ നമ്മുടെ നാരങ്ങ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതിരിക്കും. ഞാനിവിടെ വിനീഗർ ഉപയോഗിക്കുന്നില്ല, ഓയിലാണെങ്കിലും കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പിക്കിൾ കേടാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് വെയിൽ കൊള്ളിക്കുക എന്നുള്ളതാണ്. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എത്ര ദിവസം ഇരുന്നാലും കേടാവുകയില്ല. അപ്പോൾ ഇനി ഇത് നല്ലപോലെ അരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്, എന്നാലും വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പ്രിസർവേറ്റീവ്സ് ആയിട്ട് യാതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെയാണ് പിക്കിളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, വെയിലിൽ വെച്ചാണ്. അപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വെയിലിൽ വെച്ച് ഉണക്കിയാണ് എല്ലാ പിക്കിളും ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് നല്ല വെയിൽ കൊണ്ട് നാരങ്ങ ഒരാഴ്ചയെങ്കിലും നമ്മൾ വെയിൽ കൊള്ളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വെയിൽ കൊള്ളുന്നത് കുറവെന്നുണ്ടെങ്കിൽ പൂപ്പലടിക്കാതിരിക്കാൻ നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൽ വെള്ളമോ വിനീഗറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒഴിച്ചു കൊടുത്ത ഓയിലും ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ആ ശർക്കര ഉരുകി വന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഉണക്കിയെടുത്ത നാരങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഉടനെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ പിക്കിൾ റെഡിയായി. ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റാണ്. ഇപ്പം ആക്ച്വലി ഇത് 4th ഡേ ആണ്. ഇന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ അവസ്ഥയിലാണ്. സാധാരണ പിക്കിളൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞേ എടുക്കാൻ പാടുള്ളൂ, 2 ആഴ്ച കഴിഞ്ഞേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ ഇത് ഇന്ന് തന്നെ എടുത്ത് കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റാണ്. കാരണം ഞാൻ വെയിൽ കാണിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു ടേസ്റ്റ് ഇതിന് വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീണ്ടും കാണാം നല്ലൊരു റെസിപ്പിയുമായി. ടിൽ ദെൻ ബൈ ബൈ.